സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് താഴപ്ര മുഹ്യിദ്ദീൻ കുട്ടി മുസ്ലിയാർ അവർകൾ, ഈ യാത്രയുടെ നായകൻ, കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങൾക്കും വേണ്ടി, രാജ്യത്തെ സമസ്ത ജനവിഭാഗങ്ങൾക്കും വേണ്ടി, ലോകത്തെ സമസ്ത ജനവിഭാഗങ്ങൾക്കും വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണവും പ്രാർത്ഥനയും അതിർവരമ്പുകളില്ലാതെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ കയ്യൊപ്പോടുകൂടി ഭൂമിയിലേക്ക് ജന്മമെടുക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉസ്താദ് AP ഉസ്താദ് അവർകൾ, ഈ ജാഥയുടെ ഉപനായകന്മാരായ അങ്ങേയറ്റം ആദരവും ബഹുമാനമുള്ള ഖലീൽ തങ്ങൾ, അങ്ങേയറ്റം ബഹുമാനവും ആദരവുമുള്ള പേരോട് ഉസ്താദ്, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ഫസൽ തങ്ങൾ ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായ, സദസ്സിൽ സന്നിഹിതരായ പണ്ഡിത ശ്രേഷ്ഠന്മാരായ ഉസ്താദുമാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കാന്തപുരം AP ഉസ്താദ് നയിക്കുന്ന ഈ കേരള യാത്രയ്ക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനവും ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തിൻ്റെ വിളഭൂമിയും ഇസ്ലാം മതം ഉൾപ്പെടെ ക്രൈസ്തവ മതം ഉൾപ്പെടെയുള്ള ലോക വിശ്വമതങ്ങൾക്ക് പരവതാനി വിരിച്ചു കൊടുത്ത തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. അഭിമാനത്തോടു കൂടെയാണ് ഞങ്ങളെല്ലാവരും AP ഉസ്താദിൻ്റെ 3ാം കേരള യാത്രയിൽ പങ്കെടുക്കുന്നത്. 1999 മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുന്ന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ആദ്യ കേരള യാത്ര, അതിൽ സാക്ഷികളായവർക്കും കേട്ടവർക്കും കണ്ടവരുടെയും എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ വേണ്ടിയുള്ള 1999 കേരള യാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 1992 ഡിസംബർ 6 നമ്മുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് അങ്ങേയറ്റം മുറിവുണ്ടാക്കിയ ഒരു കാലമാണ്. മനുഷ്യബന്ധങ്ങളെ പോലും ഒരു നൂൽപ്പാലം പോലെ ഉണ്ടായിരുന്ന മനുഷ്യബന്ധങ്ങളെ അറ്റുപോകുന്ന രീതിയിലേക്ക് എല്ലാം തകരുമെന്ന് കരുതിയ ഒരു കാലത്താണ് മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുക എന്ന മഹത്തായ ആശയം ഉന്നയിച്ചുകൊണ്ട് 1999 ആദ്യ കേരള യാത്ര സംഘടിപ്പിക്കപ്പെട്ടത്. 2012 പ്രത്യേകിച്ചും മാനവീയതയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉസ്താദ് നയിച്ച 2ാം കേരള യാത്ര 1912 അതിൽ പങ്കാളിയാവാൻ അവസരമുണ്ടായ അന്നത്തെ കൊടുങ്ങല്ലൂർ MLA കൂടിയായിരുന്നു എളിയവനായ ഞാൻ. 2012 കേരള യാത്രയിൽ തൃശ്ശൂരിലേക്ക് കടന്നു വരുമ്പോൾ ചെറുതുരുത്തിയിൽ ആ യാത്രയെ സ്വീകരിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം തൃശ്ശൂരിലും കൊടുങ്ങല്ലൂരിലും, അന്ന് തൃശ്ശൂരിലും കൊടുങ്ങല്ലൂരിലും ചാവക്കാടും 4 സ്ഥലത്താണ് 2ാം കേരള യാത്രയ്ക്ക് തൃശ്ശൂരിൽ വരവേൽപ്പുണ്ടായത്. തൃശ്ശൂർ നഗരത്തിലും കൊടുങ്ങല്ലൂരിലും ഈ യാത്രയുടെ ഒരു അനുയായി എന്നോണം ഈ യാത്രയിൽ പങ്കെടുത്ത എളിയവനായ AP ഉസ്താദിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിക്കുന്ന ആളുകളിൽ ഒരാളായി പങ്കെടുക്കാൻ കഴിഞ്ഞത് പ്രത്യേകം സ്മരിക്കുകയാണ്. 2026 കേരള യാത്രയ്ക്ക് കുറേ കൂടിയും വൈകാരികമായ തലമുണ്ട്. മനുഷ്യർക്കൊപ്പം എന്നാണ് ഈ യാത്രയുടെ ലക്ഷ്യം. മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്നതിന് ഒരുപക്ഷെ വർത്തമാനകാലത്ത് ഉള്ള പ്രാധാന്യം മനുഷ്യനും മനുഷ്യത്വവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണത്. യാന്ത്രികതയുടെ പിടിമുറുക്കത്തിൽ ഒരുപക്ഷെ മനുഷ്യൻ്റെ മനസ്സുകളെ പോലും അദൃശ്യ ശക്തികൾ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലത്ത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ് മനുഷ്യ മനസ്സുകളെക്കാൾ വലുതെന്ന് കരുതപ്പെടുന്ന ഒരു കാലത്ത് ഹേ മനുഷ്യ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സംബോധന പോലെ ലോകത്തിലെ എല്ലാ മനുഷ്യനും വേണ്ടിയുള്ള ഈ യാത്രയിലൂടെയുള്ള ഒരു മഹത്തായ ആശയം മുന്നോട്ട് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ചാവക്കാട് ഈ കാണുന്ന മഹാവിജ്ഞാനികളും പണ്ഡിത ശ്രേഷ്ഠന്മാരും വിശ്വാസ സമൂഹത്തിൻ്റെയും ഈ സദസ്സിൽ അഭിമാനത്തോടെ കൂടെ ഈ 3ാം യാത്രയെ, മനുഷ്യർക്കൊപ്പമുള്ള കേരള യാത്രയെ ഞങ്ങൾ തൃശ്ശൂർക്കാർ പ്രിയപ്പെട്ട ഉസ്താദിനോടും
ഈ യാത്രയുടെ സഹയാത്രികരോടും ഞങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ഹൃദയപൂർവം വികാരത്തോടുകൂടി ഈ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക്, ചാവക്കാടിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നതായി പ്രഖ്യാപിക്കട്ടെ. ഞാനിവിടെ കൂടിയ പ്രിയ സഹോദരന്മാരോട് ഒരു എളിയ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഉസ്താദിനോട് ഇത്ര സ്നേഹം? നിങ്ങൾ ഗുരുവായതിനാലാണോ? നിങ്ങളുടെ നേതാവായതിനാലാണോ? നല്ല പ്രസംഗം പറയുന്ന പണ്ഡിത ശ്രേഷ്ഠനായതിനാലാണോ? നിങ്ങൾക്ക് എത്രയെത്ര കാരണങ്ങളുണ്ടാകും, പല കാരണങ്ങളുണ്ടാകും. എനിക്ക് ഇഷ്ടം ഉസ്താദിനോട് എനിക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടമെന്ന് നിങ്ങളുടെ മനസ്സിൽ ചോദിക്കുക. ഞാൻ ആ ചോദ്യം പ്രതീക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രതാപൻ എന്ന പേരുള്ള താങ്കൾക്ക് AP ഉസ്താദിനോട് ഇത്ര ഇഷ്ടം എന്ന് നിങ്ങൾ ചോദിക്കുന്നതായി ഞാൻ കാണുന്നു, നിങ്ങൾ ചോദിച്ചതായി വിശ്വസിക്കുന്നു. അതിനുത്തരമുണ്ട്. ഈ യാത്രയുടെ പ്രമേയത്തിലുണ്ട് അതിൻ്റെ ഉത്തരം. ഉസ്താദ് മനുഷ്യർക്കൊപ്പമാണ്. ഉസ്താദ് മനുഷ്യർക്കൊപ്പമാണ്. അത് തന്നെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം. ഉസ്താദിനെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്നതിനുത്തരം ഉസ്താദ് മനുഷ്യർക്കൊപ്പമാണ് എന്നത് തന്നെയാണെന്ന് 1000 നാവുൾ അനന്തനെ പോലെ പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പടച്ചവൻ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭൂമിയിലേക്ക് നിയോഗിച്ചപ്പോൾ പടച്ചവൻ ഒരു കാര്യം ഉറപ്പിച്ചു. നബി തിരുമനസിനോട് പറഞ്ഞു, നബിയെ, അങ്ങയെ ലോകത്തിന് മുഴുവൻ കാരുണ്യമായവനാണ് ഞാൻ അയക്കുന്നത്. അങ്ങയെ ലോകത്തിന് മുഴുവൻ കാരുണ്യമായവനാണ് ഞാൻ അയക്കുന്നത്. അതേപോലെ തന്നെയാണ് സർവശക്തനായ ദൈവം തമ്പുരാൻ AP ഉസ്താദിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് സമസ്ത മനുഷ്യർക്കും കാരുണ്യം നൽകുന്നതിന് വേണ്ടിയുള്ള ഉസ്താദായിട്ടാണെന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ. ഉസ്താദ് സുന്നികളുടെ മാത്രമാണോ? ഇവിടെ കൂടിയിരിക്കുന്ന സുന്നി സമൂഹത്തോടും ചോദിക്കുന്നു, ഉസ്താദ് സുന്നികളുടെ മാത്രമാണോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരോട് വിയോജിക്കും. ഉസ്താദ് മുസ്ലിങ്ങളുടേത് മാത്രമാണോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഉസ്താദ് ഇസ്ലാം മതവിശ്വാസികളുടെ മാത്രമാണെന്ന് പറഞ്ഞാൽ ഇരട്ടി വിയോജിക്കും. അത് മാത്രമാണോ? ഒരു കാര്യം, ഈ ഉസ്താദ് എല്ലാവരുടെയും ആളാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള ആളാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ആളാണ്. 1000 ഉദാഹരണങ്ങൾ എണ്ണി പറയാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നു, ഉസ്താദ് എല്ലാവരുടെയും ഉസ്താദാണ് എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. ഒറ്റ കാര്യം മാത്രം, ഒരു മലയാളി പെൺകുട്ടി യമനിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. വധശിക്ഷ കാത്തു കിടക്കുമ്പോൾ അവളെ രക്ഷിക്കാൻ അവിടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ഇടപെട്ടത് ആരാ? ഇവിടെ ഇരുന്ന് ഇവിടെ അല്പനിമിഷം മുമ്പ് നമ്മളോട് സംസാരിച്ച, അതിന്റെ അല്പം കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്ന സാക്ഷാൽ AP ഉസ്താദാണ്. യമനിൽ ജീവൻ തൂക്കിലേറ്റാൻ വേണ്ടി പോകുന്ന, വധശിക്ഷയ്ക്ക് വേണ്ടി പോകുന്ന ഒരു മലയാളി പെൺകുട്ടിയുടെ ജീവൻ തിരഞ്ഞിട്ടാണ് ഇടപെട്ടത്. ആ പെൺകുട്ടി സുന്നിയാണോ? ആ പെൺകുട്ടി ഇസ്ലാം മതവിശ്വാസിയാണോ? ആ പെൺകുട്ടിയെ ഉസ്താദ് കണ്ടത് മനുഷ്യനായിട്ടാ. അതുകൊണ്ട് തന്നെയാണ് AP ഉസ്താദിനെ ഏതെങ്കിലും ഒരാളുടെ മാത്രം ഉസ്താദല്ല, എല്ലാ മനുഷ്യരുടെയും ഉസ്താദായി, എല്ലാ ദൈവവിശ്വാസികളുടെയും ഉസ്താദായി, കാരുണ്യം ആഗ്രഹിക്കുന്ന, കരുണ ആഗ്രഹിക്കുന്ന, ദീനാനുകമ്പയിൽപ്പെട്ട എല്ലാവരുടെയും ഉസ്താദായിട്ടാണ് ഈ നാട് കാണുന്നത് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് നമുക്ക് എല്ലാവരുടെയും മനസ്സിനകത്ത് വലിയ വേവലാതിയും ആശങ്കയും ഉള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഹിന്ദു, നീ മുസ്ലിം, അവൻ ക്രിസ്ത്യാനി എന്നിങ്ങനെ മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി ഓരോ ദിവസവും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര നുണകളും വ്യാജവാർത്തകളും വിദ്വേഷ പ്രസംഗങ്ങളും പ്രചരിപ്പിക്കുന്ന ഇക്കാലത്ത് നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം തന്നെ മനുഷ്യരോടൊപ്പം എന്നാണ്. മനുഷ്യനെ മതില് കെട്ടിത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മനുഷ്യനെ എല്ലാവരെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു.
നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ വിശ്വാസമുണ്ട്. ബാങ്ക് വിളിക്കുമ്പോൾ ഒന്നുവെടുത്ത് നിസ്കരിക്കുന്നവനും വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവനും, അതേപോലെ ഈ സന്ധ്യാനേരത്ത് ദീപം തെളിയിച്ച് നാമജപം ജപിക്കുന്നവനും, അത് ഞായറാഴ്ചകളിലും മറ്റു ദിവസങ്ങൾ പള്ളികളിൽ പോയി കുർബാനയിൽ പങ്കെടുക്കുന്നവനും, അവനെല്ലാം ദൈവത്തിന് മുന്നിൽ സമന്മാരാണ്, മനുഷ്യകുലത്തിൽ പിറന്നവരാണ്. അവരെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന മനുഷ്യത്വത്തിന്റെ ശബ്ദമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള ഈ മൂന്നാം കേരള യാത്രയുടെ മുദ്രാവാക്യം. നമ്മൾ ഇന്ന് വലിയ വേവലാതിയില്ല. ഈ ശബ്ദം കേൾക്കുന്ന നമ്മളെല്ലാവരും ഇന്ത്യയിൽ ജനിച്ചവരാ, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാ, നമ്മളെല്ലാവരും സമന്മാരാ. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം എല്ലാവർക്കും വേണ്ടിയുള്ള രാജ്യമാണ്. നമുക്കൊരു ഭരണഘടനയുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ്. സങ്കടം എന്ന് പറയട്ടെ, വർത്തമാനകാലത്ത് നമ്മൾ ഓരോരുത്തരുടെയും പൗരത്വം നോക്കുന്നതിന് വേണ്ടി നമ്മുടെ DNA ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല പേരുകളിലും, പൗരത്വ നിയമത്തിന്റെ പേരിലാകാം, SIRന്റെ പേരിലാകാം, പലതിന്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പൗരത്വത്തിന്റെ DNA ടെസ്റ്റ് നടക്കുന്ന ദുരന്തമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയും, ഈ ഇന്ത്യയിൽ പിറന്ന മുഴുവൻ ആളുകളും ഇന്ത്യക്കാരാണ്. അവന്റെ മതം എന്താണോ, സമുദായം എന്താണോ, രക്തത്തിന്റെ ഗ്രൂപ്പ് എന്താണോ എന്ന് നോക്കി, നെറ്റിയിലെ അടയാളവും കഴുത്തിലെ അടയാളവും നോക്കി അവനെ വേർതിരിക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും സർവശക്തനായ ദൈവം തമ്പുരാന്റെ അനുഗ്രഹത്തോടുകൂടി അങ്ങനെ ശ്രമിക്കുന്നവരെയെല്ലാം പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള ഈ മുദ്രാവാക്യം. ഞാൻ ചുരുക്കിയാണ് സമയത്തിന് ഈ വേദിയുടെയും ഈ സമയത്തിൻ്റെയും പ്രാധാന്യം കണക്കിലെടുത്ത് ചുരുക്കിയുള്ള ഒറ്റ കാര്യം, കേരളം ഗോഡ്സ് ഓൺ കൺട്രിയാണ്. നമ്മളെല്ലാവരും പറയും ദൈവത്തിൻ്റെ സ്വന്തം നാട്. നമുക്കെല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാനും ഒരുപോലെ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള മണ്ണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള മണ്ണ്, എഴുത്തും വായനയും അറിയുന്നവരുള്ള മണ്ണ്, എല്ലാം തിരിച്ചറിയുന്ന ആളുകളുള്ള മണ്ണ്. പക്ഷെ സങ്കടം എന്ന് പറയട്ടെ, നമ്മുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാടിൽ ഗോഡ്സ് ഓൺ കൺട്രിയിലും അറിഞ്ഞും അറിയാതെയും വിദ്വേഷങ്ങൾ കുത്തിവെക്കാൻ വേണ്ടിയുള്ള മതിലുകൾ കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. പല രീതിയിൽ അധികാരങ്ങൾ സംരക്ഷിക്കാൻ, അധികാരങ്ങൾ നിലനിർത്താൻ, അധികാരങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മതങ്ങളുടെ പേര് പറയുന്നു, സമുദായങ്ങളുടെ പേര് പറയുന്നു. കടിഞ്ഞുപോയ ചില കലാപങ്ങളെ പോലും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളെല്ലാവരെയും അസ്വസ്ഥമാക്കാൻ ശ്രമിക്കുന്നു. വർത്തമാനകാലത്ത് കേരളത്തിൽ നോ, അനുവദിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് എൻ്റെ മതമേതായാലും, എൻ്റെ സമുദായം ഏതായാലും, എൻ്റെ ഇസമേതായാലും ഞാൻ മനുഷ്യനാണ്, ഞാൻ മനുഷ്യത്വമുള്ളവനാണ്, ഞാൻ മനുഷ്യന്റെ കൂടെ നിൽക്കും, മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കും. അതാണ് ഈ മൂന്നാം കേരള യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ ഈ യാത്രയിലെ നായകനും ഉപനായകന്മാർക്കും ഒരിക്കൽ കൂടി തൃശ്ശൂരിൻ്റെ ഹൃദയപൂർവമായ വന്ദനം ഒന്നുകൂടി പറയാണ്. ഞാനൊരു ചെറിയ പുസ്തകം, AP ഉസ്താദ് അവിടെയാണ്, ഞാനൊരു ഒരു പുസ്തകം കൈമാറാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെറും ഒരു പുസ്തകമല്ല, ഇന്ത്യൻ ഭരണഘടനയാണ്. ഞാനിത് AP ഉസ്താദിനും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ രണ്ട് ഉപനായകന്മാർക്കും വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഈ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കാനും ഇന്ത്യയുടെ ഈ ഭരണഘടന സംരക്ഷിക്കാനും ജീവത്യാഗം സഹിച്ചവരാണ് നമ്മുടെ പൂർവികർ. അതിൽ ഹൈന്ദവ മതവിശ്വാസികളും ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും സിഖ്, ജൈന, ബുദ്ധ, പേർസി മതവിശ്വാസികളും ഉൾപ്പെടെ മതവിശ്വാസമില്ലാത്തവരുമുണ്ട്. ഈ ഭരണഘടന വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ, ഭഗവത്ഗീത കഴിഞ്ഞാൽ, ബൈബിള് കഴിഞ്ഞാൽ ഇന്ത്യക്കാരന്റെ മതനിരപേക്ഷതയുടെ, ജനാധിപത്യത്തിന്റെ, സോഷ്യലിസത്തിന്റെ രണ്ടാം വേദപുസ്തകമാണ് നമ്മുടെ ഈ ഭരണഘടന. ഈ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക ദുർബല ന്യൂനപക്ഷങ്ങൾക്ക് ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തെ ആര് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നാലും ഈ മഹത്തായ നമ്മുടെ ഗ്രന്ഥം സാക്ഷി നിർത്തിക്കൊണ്ട് അതിനെതിരെയുള്ള പോരാട്ടം അനുസ്യൂതം തുടരും. ആ തുടരുന്നതിൽ
മനുഷ്യരോടൊപ്പം എന്ന മുദ്രാവാക്യമുണ്ട്. അതുകൊണ്ട് തന്നെ AP ഉസ്താദിനും ഈ സഹ ജാഥാ നായകന്മാർക്കും ഞാൻ ഈ ഭരണഘടന തൃശ്ശൂരിന്റെ സമ്മാനമായി കൈമാറുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.